Hello, welcome to Jake Labs. Today I'm going to discuss about budgeting. ബഡ്ജറ്റിങ്ങിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന മുന്നേ നമുക്ക് നമ്മുടെ ഇൻകത്തിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്കെല്ലാവർക്കും ഇൻകം ഉണ്ടാവും. ഇൻകം ഇല്ലാത്ത ആരും ഉണ്ടാകത്തില്ല. ഞാൻ സ്റ്റുഡൻസിൻ്റെ കാര്യമല്ല പറയുന്നത്. ഇപ്പോൾ ഒരു ഇൻകം ഇല്ലാത്ത ആളുകൾ അധികം ഉണ്ടാവില്ല. അപ്പോൾ അധികം ചിലർക്ക് മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകം ഉള്ള ആളുകളുണ്ടാവും. ബിസിനസ് ഇൻകംസ്, ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻകംസ് ലൈക്ക് ദാറ്റ്. ബട്ട് ദ മെയിൻ തിങ് ഈസ് നമ്മളെല്ലാവരും ഒരുവിധ ആളുകളൊക്കെ സ്ട്രഗിൾ ചെയ്യുന്നതാണ്. നമ്മുടെ ഇൻകം കിട്ടിക്കഴിഞ്ഞാൽ ഒരു 1 or 2 വീക്സിന് ഉള്ളിൽ നമ്മുടെ ബാങ്ക് ബാലൻസ് ഓൾമോസ്റ്റ് സീറോ ആവുന്നൊരു സ്റ്റേജ് ഉണ്ടാവാറുണ്ട്. അത് എങ്ങനെയാണ് നമ്മുടെ ക്യാഷ് നഷ്ടപ്പെടുന്നത് നമുക്കറിയാൻ പറ്റില്ല. ഏത് വഴിക്കാണ് നമ്മളത് സ്പെൻഡ് ചെയ്യുന്നതും കൂടി നമുക്ക് അറിയുന്നില്ല. നമ്മൾ ക്യാഷ് ഓൾമോസ്റ്റ് സീറോ ബാലൻസ് ആകുന്ന ടൈമിലാണ് നമ്മുടെ ഇത്രയും സാലറി നമ്മൾ ഓൾമോസ്റ്റ് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞു എന്നറിയുന്നത്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനെ ഫേസ് ചെയ്യുന്ന ആളുകളായിരിക്കും ഒരുവിധ ആളുകളെല്ലാം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളൊരു മെത്തേഡാണ് ബഡ്ജറ്റിങ്. ഞാൻ കുറച്ച് റിസർച്ച് എല്ലാം നടത്തി ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ബഡ്ജറ്റിങ് ഒരു നല്ലൊരു ബെസ്റ്റ് മെത്തേഡാണ് ഈ ഒരു സിറ്റുവേഷൻ നമുക്ക് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബഡ്ജറ്റിങ്ങിന് വേണ്ടിയിട്ട് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മളിപ്പോൾ മന്ത്ലി സാലറി കിട്ടുന്ന ആളുകളാണെങ്കിൽ ഇപ്പോൾ ഫസ്റ്റ് സാലറി കിട്ടുന്ന ടൈം തന്നെ ആ എൻ്റയർ മന്തിലായിട്ടുള്ള നമ്മുടെ എല്ലാ എക്സ്പെൻസും നമ്മൾ ബഡ്ജറ്റ് ചെയ്യണം. ബഡ്ജറ്റ് ചെയ്യാന്ന് വെച്ചാൽ, ബഡ്ജറ്റ് ചെയ്യുന്നതിന് നമ്മൾ ഒരു കാറ്റഗറീസ് ഉണ്ടാക്കണം. കാറ്റഗറീസ് എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യുന്ന എക്സ്പെൻസസിൻ്റെ പല കാറ്റഗറീസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഒരുവിധ ആളുകൾക്ക് റെൻ്റ് ഇൻകം ഉണ്ടാവും. ചില ആളുകൾക്ക് ഗ്രോസറീസ് ഉണ്ട്. ഗ്രോസറീസ് ലൈക്ക് നമ്മളെ ഫുഡ് ഐറ്റംസ്, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, അങ്ങനെ ഉള്ള എക്സ്പെൻസസ്. പിന്നെ അതുപോലെ ബിൽസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇലക്ട്രിസിറ്റി ബിൽസ് ഉണ്ടാവും, ഇൻ്റർനെറ്റ് ബിൽസ് ഉണ്ടാവും, നമ്മുടെ റീചാർജ് ബിൽസ് ഉണ്ടാവും. ഇത്രയും കാര്യങ്ങൾ ഒരു കാറ്റഗറി ആക്കാം. അതേപോലെ ഷോപ്പിങ്സ് ഉണ്ടാവും, ട്രാവൽ എക്സ്പെൻസ് ഉണ്ടാവും. അപ്പോൾ ഇത് നമ്മളൊരു കാറ്റഗറി ആയിട്ട് ഡിഫൈൻ ചെയ്യുക. ഏതൊക്കെ എക്സ്പെൻസസ് ആണ് നമുക്ക് ഈ മന്ത് വരാൻ സാധ്യതയുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഒരു നോട്ട് ചെയ്ത് വെക്കുക.